ഇന്ന് നമ്മള് ഉം. കുറച്ച് പേഴ്സണലായ ഉം. ഒരു വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ആ. വി.എസ്. അച്യുതാനന്ദൻ, ഉം. നമ്മളൊക്കെ സ്നേഹത്തോടെ സഖാവ് എന്ന് വിളിക്കുന്ന ഉം. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്. അതെ. അദ്ദേഹത്തിന് അതായത് എങ്ങനെയാണ് ഈശ്വരവിശ്വാസം ഇല്ലാതായത് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു ഭാഗം. ശരിയാണ്. ആ കുറിപ്പ് ഈശ്വരവിശ്വാസം ഇല്ലാതാക്കിയ ജീവിതം എന്ന തലക്കെട്ടോടെ വന്നത് നമ്മളെ കണ്ടിരുന്നു. അതെ, അതിലെ പ്രധാന കാര്യങ്ങളാണ് നമ്മളിന്ന് എന്താ പറയാ ഒന്ന് വിശദമായി നോക്കുന്നത്. ഉം. എന്തനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ അങ്ങനെ മാറ്റിയതെന്ന് മനസ്സിലാക്കാൻ. തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിനേക്കാൾ ഉം. ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഭയങ്കരമായ ചില അനുഭവങ്ങളാണ്. ശരിയാണ്. കുട്ടിക്കാലത്തെ ആഘാതങ്ങൾ, ഉം. ഒരാളുടെ എന്താ പറയാ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ, വിശ്വാസങ്ങളെയൊക്കെ എങ്ങനെ മാറ്റാം എന്നതിന്റെ ഒരു ഉദാഹരണം. അതെ, അപ്പൊ നമുക്ക് ആ കുറിപ്പിലേക്ക് തന്നെ കടക്കാം. ഉം. ആ ചോദ്യത്തിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ആ, എങ്ങനെയാണ് സഖാവിന് ഈശ്വരവിശ്വാസമില്ലാതായത് എന്ന ചോദ്യം. അതെ, അതിനുള്ള ഉത്തരമാണ് ഈ ഓർമ്മകൾ. തുടക്കം ഒരു സന്തോഷമുള്ള കുടുംബത്തിൽ നിന്നാണ്. അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെയായിട്ട്. പക്ഷെ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. അമ്മയ്ക്ക് വസൂരി വന്നു. അതെ, വസൂരി. അന്നത്തെ കാലത്ത് അതൊരു പേടി സ്വപ്നമായിരുന്നു. ഓ, ശരിയാണ്. അതിനുള്ള പേടി കാരണം രോഗിയെ വീട്ടിൽ നിന്ന് മാറ്റി ആളൊഴിഞ്ഞൊരു പാടത്ത് ഒരു ഓലപ്പുര കെട്ടി അവിടെ താമസിപ്പിക്കുന്ന ഒരു രീതി. ഹോ, അത് ഓർക്കുമ്പോ തന്നെ ഒരു വിഷമം. ശരിക്കും. ഭക്ഷണവും വെള്ളവും ഒക്കെ ആരെങ്കിലും ദൂരെ കൊണ്ടുപോയി വെക്കും. നേരിട്ട് കൊടുക്കാൻ പോലും പേടിയാണ്. ആ രോഗിയുടെ കരച്ചിൽ ദൂരെ കേൾക്കാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഉണ്ട്. മരിച്ചാൽ പിന്നെ ആ പുരയടക്കം കത്തിച്ചു കളയും. അതാണ് രീതി. ആ ഒരു അവസ്ഥയിൽ ഒരു കൊച്ചുകുട്ടിക്ക് അമ്മയെ കാണാൻ തോന്നുന്ന ആഗ്രഹം അതെത്ര വലുതായിരിക്കും. അച്ഛൻ പാടവരമ്പത്ത് കൊണ്ടുപോയി ദൂരെ നിന്ന് ആ പുര ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം. ആ ആ അതിലൂടെ അമ്മ ഒരുപക്ഷെ കാണുന്നുണ്ടാവും എന്ന് ആ കുട്ടി വിചാരിക്കുന്നു. ഉം. അത് വല്ലാത്തൊരു ചിന്തയാണ്. ആ പ്രായത്തിൽ അമ്മ രക്ഷപ്പെടാൻ വേണ്ടി ദൈവങ്ങളെയൊക്കെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നല്ലാതെ വേറെ എന്തു ചെയ്യാനാ ഒരു കുട്ടിക്ക്? പക്ഷേ പ്രാർത്ഥനയൊന്നും കേട്ടില്ല, അമ്മ മരിച്ചു. അതെ, അതൊരു വലിയ എന്താ പറയാ ആദ്യത്തെ പ്രഹരമായിരുന്നു അദ്ദേഹത്തിന്. തീർന്നില്ലേലോ അവിടെ. അമ്മ പോയതിൽ പിന്നെ അച്ഛനായിരുന്നു ഏക ആശ്രയം. അതെ, അച്ഛൻ മക്കളെ ഒരു കുറവും അറിയിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വിധി വീണ്ടും. അതെ, അച്ഛനും അസുഖം വന്നു. ജ്വരം ബാധിക്ക് കിടപ്പിലായി. ആ രാത്രിയിലെ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ. ഒരു കുട്ടിയുടെ പേടി. രാത്രി മുഴുവൻ ഉറങ്ങാതെ അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് അച്ഛനെയെങ്കിലും തിരിച്ചു തരണേന്ന്. അതെ, യാചിക്കുകയായിരുന്നു. അതൊരു പ്രാർത്ഥന എന്നതിനേക്കാൾ ഒരു യാചനയായിരുന്നു. എന്നിട്ടും ആ വിളിയും ആരും കേട്ടില്ല. അച്ഛനും പോയി. അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നത്. അവിടെയാണ് അദ്ദേഹം ആ ഒരു തീരുമാനത്തിലെത്തുന്നത്, അല്ലേ? അതെ, അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കേണ്ടെന്ന് തോന്നി. ആ ഒരൊറ്റ വാചകത്തിലെല്ലാമുണ്ട്. ശരിയാണ്, ആ വേദന, ആ നിസ്സഹായത. തുടർച്ചയായി 2 ദുരന്തങ്ങള്. ഏറ്റവും പ്രിയപ്പെട്ടവർ പോയി. താൻ കരഞ്ഞു വിളിച്ചിട്ടും ദൈവം കേട്ടില്ലാന്നൊരു തോന്നൽ. അത് മതി ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ വിശ്വാസം പോകാൻ. തീർച്ചയായും ദൈവത്തിലൊരു പ്രതീക്ഷ വെച്ചിട്ടത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം നിരാശ. ഈ കഥയൊക്കെ കേട്ടപ്പോ കുറുപ്പെഴുതിയ ആൾക്ക് പോലും കരച്ചിലടക്കാൻ പറ്റിയില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ സഖാവിന്റെ കണ്ണില് ഒരു കനലെരിയുന്ന പോലെ ആയിരുന്നത്രേ. കണ്ണുനീരുണ്ടായിരുന്നില്ല. അത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷേ ആ തീവ്രമായ അനുഭവങ്ങൾ കൊടുത്ത ഒരു തരം കാഠിന്യമായിരിക്കോ? ചിലപ്പോ ആ പ്രായത്തിൽ അത്രയും വലിയ ദുരന്തങ്ങളെ നേരിടേണ്ടി വന്നതിന്റെ. അതെ, ഒരു ഉൾക്കരുത്ത്. പിന്നെ കുറിപ്പിന്റെ അവസാനം പറയുന്നുണ്ടല്ലോ, സഖാവെന്ന വാക്കിന്റെ അർത്ഥം പഠിപ്പിച്ചു തന്ന ആളാണ് അദ്ദേഹമെന്ന്. ചെറുതായിട്ട്. ഒരുപക്ഷേ ആ പ്രതിസന്ധികളിൽ തളരാതെ നിന്ന ആ ഒരു നിലപാട്, അതും ആ വാക്കിന്റെ അർത്ഥവുമായി ചേർത്ത് വായിക്കുന്നുണ്ടാവാം. അതെ, അപ്പോ ചുരുക്കത്തിൽ ഈ അനുഭവങ്ങളാണ്, അതായത് അമ്മയുടെ മരണം, പ്രത്യേകിച്ചും ആ സാഹചര്യത്തിൽ, പിന്നെ അച്ഛന്റെ മരണം, ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതിരുന്നത്. അതെ, ഈ വ്യക്തിപരമായ ദുരന്തങ്ങളാണ് അദ്ദേഹത്തെ ഈശ്വരവിശ്വാസത്തിൽ നിന്ന് അകറ്റിയത്. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തീവ്രമായ അനുഭവങ്ങൾക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ എത്രത്തോളം മാറ്റാൻ കഴിയും എന്നതിൻ്റെ ഒരു വലിയ തെളിവ്. ശരിയാണ്. അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ വരെ അത് ചോദ്യം ചെയ്യും. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ചിന്ത വരുന്നുണ്ടാവാം. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്കൊന്നും മറുപടി കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ മനുഷ്യൻ എവിടെ നിന്നാണ് പിന്നെ ഒരു ശക്തി കണ്ടെത്തുന്നത്? അതെ, ജീവിതത്തിനൊരർത്ഥം കണ്ടെത്തുന്നത്, മുന്നോട്ടു പോകാൻ ഒരു ഊർജം കിട്ടുന്നത് എവിടെ നിന്നാണ്? അതൊരു വലിയ ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ആലോചിക്കാവുന്നതാണ്.